എല്ലാ സഹോദരന്മാരും കേൾക്കുവാൻ വേണ്ടി പറയുന്നതാണ്. ഒരിക്കൽ ധനവാനായ ഒരു മനുഷ്യൻ യേശു തമ്പുരാനോട് ചോദിച്ചു, ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. കർത്താവ് അത് കേട്ടിട്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പറഞ്ഞു. എന്നാൽ പിന്നെ നീ എന്നെ വന്ന് അനുഗമിക്കുക എന്ന് പറഞ്ഞു. വളരെ ധനവാനായ മനുഷ്യനായതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി. അപ്പോഴാണ് യേശു തമ്പുരാൻ പറയുന്നത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഒട്ടകം സൂചിപ്പുഴയിലൂടെ കിടക്കുവാൻ. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ കിടക്കുവാൻ ആരെങ്കിലും വിചാരമുണ്ടെങ്കിൽ ദരിദ്രർക്ക്, ഒന്നുമില്ലാത്തവർക്ക് നമ്മുടെ ഉള്ളതിൽ നിന്ന് കുറേശ്ശെയെങ്കിലും കൊടുക്കുക. അല്ലാതെ നിങ്ങൾ പള്ളിയിൽ പോയതുകൊണ്ടോ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒരു പ്രയോജനമില്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്വനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനത്രേ സ്വർഗരാജ്യത്തിന് അവകാശമാകുവാൻ പ്രാപ്തനാകുന്നതെന്ന് കർത്താവ് അരുളി ചെയ്തു. ആകയാൽ നിങ്ങൾ കഷ്ടപ്പെടുന്നവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക. എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.